കസേര വിറപ്പിക്കുമെന്നും 3 മാസം കൊണ്ട് പട്ടേലിനെ ലക്ഷദ്വീപിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്നും പറഞ്ഞ് ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ദ്വീപ് ജനതയുടെ വോട്ടും വാങ്ങി ദ്വീപ് ജനതയെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട് വസന്തം തീർക്കാൻ പോയ ലക്ഷദ്വീപ് എംപിയും കോൺഗ്രസ് നേതാക്കളും ദ്വീപ് ജനതയെ വഞ്ചിച്ച് 1 വർഷം തികയുന്ന ഈ വേളയിൽ NCP-SP സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം വഞ്ചനാ ദിനമായി ആചരിക്കുകയാണ്. ജയിച്ചു 3 മാസം കൊണ്ട് മദ്യഷാപ്പുകൾ അടപ്പിക്കുമെന്ന് പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനം വെറും വാക്കായി 365 ദിവസം തികഞ്ഞിട്ടും ഒരു കുപ്പി പോലും എടുത്തുമാറ്റാൻ സാധിക്കാത്ത ഈ കൂട്ടര വഞ്ചകരെന്നല്ലാതെ പിന്നെന്ത് പറയാം. ലക്ഷദ്വീപിൽ ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഫുൽ ഗോഡ പട്ടേലിനെ ഷോളണിയിച്ചുകൊണ്ട് പട്ടേലിന്റെ എല്ലാ നയങ്ങൾക്കും പിന്തുണ നൽകിയ MP നിങ്ങളെ ജനവഞ്ചകൻ എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത്? 365 ദിവസം കഴിഞ്ഞിട്ടും പട്ടേലിനെതിരെ ഒരക്ഷരം പോലും ഉരിയിടാൻ കഴിയാതെ പേടിത്തൊണ്ടനായി MP നിങ്ങൾ ചരിത്രത്തിൽ ഒറ്റുകാരനായി ദ്വീപ് ജനത എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഈ 1 വർഷക്കാലം കൊണ്ട് ലക്ഷദ്വീപിന് ആയിരക്കണക്കിന് നഷ്ടങ്ങളുടെ കഥ പറയാനുണ്ട്. വിവിധ ദ്വീപുകളിലായി സ്കൂളുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ആരോഗ്യമേഖലയിൽ നിരവധി പോസ്റ്റുകളിൽ നിന്ന് പിരിച്ചുവിടൽ നടത്തിയിരിക്കുന്നു. ഒറ്റക്കപ്പൽ എന്ന പ്രതിഭാസത്തിലേക്ക് ലക്ഷദ്വീപിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ആരോഗ്യമേഖലയിൽ ഡോക്ടർമാരില്ലാതെ ചികിത്സ കിട്ടാതെ കഷ്ടപ്പെടുകയാണ് ദ്വീപ് നിവാസികൾ.